ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ ഒരു പൈസ പോലും മുടക്കാതെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്ന ചിലവേ ഉള്ളൂ. ഒരു പൈസ പോലും ചിലവാക്കണ്ട. കാര്യസിദ്ധിക്കായി ഈ വഴിപാട് നടത്തൂ. തീർച്ചയായും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിച്ചു തരും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് എന്ന് ഞാനത് പറയാം. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ആ കൊടിമരത്തിൻ്റെ മുന്നിൽ ഭക്തിയോടെ നിന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് ഭഗവാനോട് പറഞ്ഞിട്ട് അത് സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ എൻ്റെ സങ്കടം തീർത്തു തരണേ എന്ന് മനം ഉരുകി പ്രാർത്ഥിച്ചിട്ട് നമസ്കരിക്കുക. സ്ത്രീകൾ നമസ്കരിക്കേണ്ടത് എങ്ങനെയായിരിക്കണമെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? എങ്കിലും ഞാനൊന്ന് പറയാം. മുട്ടുകുത്തി തല തറയിൽ താഴ്ത്തി കൈകൾ രണ്ടും മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഞാനെന്ന ആ അഹങ്കാരം കളഞ്ഞ് അനുഗ്രഹം നൽകണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് എഴുന്നേൽക്കുക. പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. അതിനുശേഷം വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും നാരായണ ജയ നാരായണ എന്നോ ഹരേ കൃഷ്ണ ഹരേ എന്നോ മന്ത്രിച്ചുകൊണ്ട് വളരെ സാവധാനം പ്രദക്ഷിണം വയ്ക്കുക. അതെങ്ങനെ വേണമെന്നറിയാമോ? സാധിക്കുന്ന പോലെ സാധിക്കുന്ന പോലെ 1, 3, 5, 7 ആകാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലത് കാല് ആദ്യം വെക്കണം. പിന്നീട് വലത് കാലിൻ്റെ തള്ളവിരൽ ഭാഗത്ത് ഇടത് കാലിൻ്റെ ഉപ്പൂറ്റി വരത്തക്കവണ്ണം ഇടത് കാൽ വെക്കുക. അങ്ങനെ അതുപോലെ പിന്നീട് വലത് കാല് വെച്ച് പിന്നീട് ഇടത് കാല് വെച്ച് വളരെ ആ തള്ളവിരലിൻ്റെ അവിടെ നമ്മുടെ ഉപ്പൂറ്റി വരത്തക്കവണ്ണം വേണം ഓരോ ചുവടും വെക്കാൻ. വളരെ സൂക്ഷിച്ച് വേണം, വീഴാതെയൊക്കെ നോക്കണം. എന്തെങ്കിലും നമുക്ക് ഒന്ന് നിൽക്കണമെന്ന് തോന്നിയാൽ കുറച്ച് സമയം ഒന്ന് നിന്നാലും കുഴപ്പമില്ല. ഈ ശയനപ്രദക്ഷിണം നടത്തുന്നവരും കാണും. അതുകൊണ്ട് അത് ഇല്ലാത്ത സമയം അന്വേഷിച്ച് ആ സമയത്ത് പ്രദക്ഷിണം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. എങ്കിലും ഞാനൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ. വളരെ പതുക്കെ നമുക്ക് വെക്കാം. ഇച്ചിരി സൈഡ് ഒഴിഞ്ഞ് നടക്കണം. മറ്റ് സംസാരം ഒന്നും പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ 1, 3, 5, 7 വെച്ചിട്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തണം. അങ്ങനെ അവസാന പ്രദക്ഷിണം കഴിഞ്ഞ് ആ കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തിക്കഴിഞ്ഞ് വീണ്ടും നമസ്കരിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാനോട് തൻ്റെ സങ്കടം അല്ലെ തൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അല്പസമയം മിണ്ടാതെ അവിടെ ഒരിടത്ത് മാറിയിരുന്ന് കുറച്ച് നാമം ജപിച്ചിട്ട് എഴുന്നേൽക്കാം. തീർച്ചയായും നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. ഉടനെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കെങ്കിലും ഫലം ഉറപ്പാണ്. നിങ്ങൾക്കിത് കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ തല കുനിക്കുന്നത് നമ്മുടെ അഹങ്കാരം മാറുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ശ്രീകോവിലിൻ്റെ വാതിലിന് പൊക്കം കുറവായിരിക്കും. എപ്പോൾ നോക്കിയാലും അത് ശ്രദ്ധിച്ചാൽ കാണാം. എവിടെയെങ്കിലും ചെന്നാൽ പൂജാരി തല കുനിച്ചാണ് അകത്ത് കിടക്കുക. ക്ഷേത്രത്തിൽ കിടക്കുമ്പോഴും നമ്മൾ അതുപോലെ തല കുനിച്ച് വേണം കയറാൻ. ഗുരുവായൂരപ്പൻ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് നിങ്ങളുടെ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കൂ. തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ഇനിയും അഷ്ടമിരോഹിണിക്ക് ഒരു കണ്ണിൻ്റെ കഥയുമായിട്ട് ഞാൻ എത്താം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായി കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവുക. അപ്പം വീണ്ടും കാണാം. ബൈ.